DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും മരണം, ഈ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള ഓരോ ഘട്ടങ്ങളും പുറത്തെത്തിച്ചത് കൈരളി ന്യൂസാണ്. ഇന്നതാ ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ ആയ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നാളെ മുതൽ ചോദ്യം ചെയ്യുകയാണ്. 3 ദിവസം കസ്റ്റഡിയിലെടുത്താണ് ചോദ്യം ചെയ്യുക. രാവിലെ 10 മുതൽ 5 വരെ സമയബന്ധിത കസ്റ്റഡിക്കാണ് പ്രതികൾ വിധേയമാകേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ ഹാജരാകണം MLA അടക്കമുള്ളവർ. ആ റിപ്പോർട്ടൊന്ന് കാണാം. ജാമ്യ വ്യവസ്ഥകൾക്ക് വിധേയമായി മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടെങ്കിലും പ്രോസിക്യൂഷൻ ആവശ്യമായ കസ്റ്റഡി കോടതി അനുവദിച്ചിരുന്നു. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും ഹാജരാവണം. നിയമസഭാംഗം എന്ന പരിഗണനയിൽ നാളെ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം തുടർച്ചയായി IC ബാലകൃഷ്ണൻ ഹാജരാവണം. മറ്റുള്ളവർക്ക് ഈ ഇളവില്ല. നാളെ മുതൽ ഇരുവരും സമയബന്ധിത കസ്റ്റഡിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരാകണം. 3 ദിവസങ്ങളിൽ ഇവർ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്നാണ് ഈ ഓർഡറിൽ പറഞ്ഞത്. അതായത് ക്രിമിനൽ MC 17/25, 27/25 എന്നീ ക്രിമിനൽ MP പെറ്റീഷണേഴ്സ് ND അപ്പച്ചൻ ആൻഡ് KK ഗോപിനാഥൻ അവർ 20/1/25, 21/1/2025, 22/1/2025 എന്നീ ദിവസങ്ങളിൽ 10 മണിക്കും 5 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുമ്പിൽ ക്വസ്റ്റ്യനിങ്ങിന് ഹാജരാവണം. പ്രോസിക്യൂഷൻ ക്വസ്റ്റ്യനിങ് ഈ കക്ഷികളെ ചെയ്യണമെന്ന് പറഞ്ഞ സംഗതി കോടതി തത്വത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള സംഭവങ്ങളിൽ നേരിട്ട് തെളിവുകളുള്ള ഇവരെ ചോദ്യം ചെയ്യുക അനിവാര്യമായ ഘട്ടത്തിൽ പ്രതികൾ ഒളിവിൽ പോയിരുന്നു. മരണത്തിന് ഉത്തരവാദികളായവരെന്ന് 3 പേരുകൾ കത്തിലുണ്ട്. ബാങ്ക് നിയമനക്കോഴയിൽ പണം വാങ്ങിയെന്ന ഇവർക്കെതിരെ പരാതികളും വെളിപ്പെടുത്തലുകളുമുണ്ട്. പല സാക്ഷിമൊഴികളും പോലീസിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ക്രൈംബ്രാഞ്ചിന് വിട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരിക്കും അന്വേഷണം. വിജിലൻസും കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെയും വിവിധ മൊഴികൾ വിജിലൻസ് സംഘം ശേഖരിച്ചിരുന്നു. ഉടൻ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. കൈരളി ന്യൂസ്, വയനാട്. തീർച്ചയായും 50 പതിറ്റാണ്ടിലേറെ ഒരു പാർട്ടിയെ സേവിച്ച ഖദർദാരിയായ NM വിജയൻ എന്ന മനുഷ്യൻ, കോൺഗ്രസ്സുകാരൊക്കെ, വയനാട്ടിലെ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും വിജയേട്ടൻ എന്ന് തികച്ചു വിളിക്കാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് മകനുമൊപ്പം ജീവനൊടുക്കി പോകേണ്ടി വന്നത്. അതിൻ്റെ വസ്തുതകൾ എന്ത് എന്ന് കൈരളി ന്യൂസാണ് തിരഞ്ഞതും കണ്ടെത്തിയതും പുറം ലോകത്തെ അറിയിച്ചതും. അതിനുശേഷമാണ് ജാഗ്രതയോടെ മറ്റു മാധ്യമങ്ങൾക്ക് അതിലേക്ക് വരേണ്ടി വന്നതും. അതൊരു വസ്തുത. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരുന്ന പേര്, ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ പോലും നടത്തി ആ കുടുംബത്തെ ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ തനിക്കെതിരായ രാഷ്ട്രീയ ആക്രമണമാണ് ഇതൊക്കെ എന്ന് വരുത്തി തീർക്കാനായ IC ബാലകൃഷ്ണൻ മാത്രമല്ല, IC ബാലകൃഷ്ണനോടൊപ്പം VD സതീശനും K സുധാകരനും അടക്കമുള്ള KPCC നേതാക്കന്മാരും ശ്രമിച്ചു. പക്ഷേ അവരൊക്കെ ബന്ധിതമാകുന്ന ചില നീക്കങ്ങൾ ശ്രീ NM വിജയൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു, കത്തുകൾ എഴുതിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തെത്തുന്നത്. പിന്നീട് ആത്മഹത്യാക്കുറിപ്പെത്തുന്നു. അതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലാവുകയായിരുന്നു അവർ. ആദ്യഘട്ടത്തിൽ കുടുംബത്തെ ആക്ഷേപിക്കാൻ VD സതീശനോ അന്തവും കുന്തവും ഇല്ലാത്തവരെന്ന് വിളിക്കാൻ K സുധാകരനും തയ്യാറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് IC ബാലകൃഷ്ണൻ നിരപരാധിത്വം തെളിയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ താൻ സന്നദ്ധനാണ് എന്നറിയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് കൈരളി ന്യൂസിൻ്റെ ഈ മാധ്യമ ഇടപെടലുകൾ നിർണായകമായതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് കോൺഗ്രസ്. തുടർന്നാണ് ഒളിവിലേക്ക് ഈ IC ബാലകൃഷ്ണൻ പോകുന്നത്. ND അപ്പച്ചൻ എന്ന DCC പ്രസിഡന്റ് കൂടി, അദ്ദേഹത്തിൻ്റെ കരാളഹസ്തങ്ങൾ കൂടി, കൈകൾ കൂടി ആ വിജയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമാകുന്ന ഒരു ഘട്ടമാണ് പിന്നീടുണ്ടായ ഓരോ മൂവ്മെൻറ്റുകളിലും തെളിയുന്നത്. അതിനുശേഷമാണ് കർണാടകയിൽ ഒളിവിൽ പോകുന്നതും കല്യാണത്തിനാണെന്ന് പറയുന്നതും. അത് പൊളിച്ച് K സുധാകരൻ തന്നെ രംഗത്തെത്തുന്നു, ഒളിവിൽ പോയതാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഒടുവിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ആ ആനുകൂല്യത്തിൽ MLA എന്ന പ്രിവിലേജിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു IC ബാലകൃഷ്ണൻ. പിന്നീട് മുൻകൂർ ജാമ്യം കോടതി നൽകുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊട്ടു മുമ്പുള്ള നാൾവഴികളായി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് അന്വേഷണം ഊർജിതമായി നടക്കുന്നു. കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കും. കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് തന്നെയാകും പോലീസ് അതിൻ്റെ അന്വേഷണങ്ങളെ പടർത്തുക. കാരണം അവിടം വഴിയാണ് പ്രശ്നങ്ങളുണ്ടായത്, അവിടം വഴിയാണ് കാര്യങ്ങൾ നടന്നത്. KPCC അടക്കമുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ്. K സുധാകരൻ പരസ്യമായി
IC ബാലകൃഷ്ണൻ അടക്കമുള്ള എല്ലാവരും കുടുങ്ങും ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ എന്ന് പറഞ്ഞത്, പരസ്യമായി പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കൂടി ഈ ഘട്ടത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കായി ഇതിൽ നേതാക്കന്മാർക്കടക്കം ബന്ധമുള്ള കാര്യങ്ങളായി വരികയായിരുന്നു. ആ ഒരു പാവം മനുഷ്യൻ ജീവൻ പോകുന്നതിന് മുമ്പ് പിടച്ചടിച്ചത് ഒക്കെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ വെളിവായത്. ഇപ്പോഴിതാ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അന്വേഷിക്കുന്നു. മറ്റതിൻ്റെ പിന്നിലുള്ള അഴിമതികൾ അന്വേഷിക്കുന്നു. അത് തേച്ചു മാച്ചു കളയാനും പണം തിരികെ കൊടുത്ത കേസ് അട്ടിമറിക്കാനും കോൺഗ്രസിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ തടയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ആ രീതിയിലെ പ്രതിരോധം രാഷ്ട്രീയമായി CPIM-ഉം DYF-ഉം പോലുള്ള സ്വതന്ത്ര യുവജന സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ നടത്തുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ് വയനാടുമായി ബന്ധപ്പെട്ട്, വയനാട് DCCയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും അടക്കമുള്ള പൗലോസിനെയും അടക്കമുള്ള മുൻ DCC പ്രസിഡന്റ് പൗലോസ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. പക്ഷേ മുൻകൂർ ജാമ്യമുള്ളതിനാൽ ആ കോടതിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക. ആ ചോദ്യം ചെയ്യൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സമയബന്ധിത കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുക. 3 ദിവസം അടുപ്പിച്ച് 10 മുതൽ 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലുണ്ടാകും. ആ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഇപ്പോൾ പുറത്തെത്തുന്ന തെളിവുകളിലേക്ക് കാര്യങ്ങൾ നിർണായകമായി നീങ്ങുക. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനൂപ് KR തന്നെ ചേരുകയാണ്. അനൂപ് എത്താൻ വൈകിക്കൊണ്ട് എല്ലാ വാർത്തയും ഞാൻ തന്നെ പറഞ്ഞു. എങ്കിലും ഏറ്റവും പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ട് എങ്കിൽ? ഏറ്റവും പുതിയ വിവരം ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബത്തേരി DYSP തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായി തുടരും എന്നുള്ള വിവരമാണ്. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഭാഗമാകും. നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നത് ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും അന്വേഷണം എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക സാക്ഷിമൊഴികളും തെളിവ് ശേഖരണവും എല്ലാം നടത്തിയ പോലീസ് ബത്തേരി DYSP തന്നെ DYSP ഷെരീഫ് തന്നെ ഈ കേസിന്റെ മേൽനോട്ട ചുമതല ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഈ കേസിന്റെ ഈ ഗൗരവവും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുടെ ശക്തമായ തെളിവുകളും ഇനിയും മുന്നോട്ട് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ആ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഈ ബത്തേരി DYSP തന്നെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും. അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഭാഗമാകും എന്നുള്ളതാണ്. വയനാട് SP-ക്ക് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല, വയനാട് SP നേരിട്ട് ഈ കേസിൽ മേൽനോട്ട ചുമതല. തീർച്ചയായും അത് ഈ ഘട്ടത്തിൽ ഈ കേസിന്റെ പരിണാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അടയാളപ്പെടുത്തേണ്ടത് കൂടിയാണെന്നാണ് അനൂപ് KR റിപ്പോർട്ട് ചെയ്യുന്നത്. കൈരളി ന്യൂസാണ് ഈ വാർത്തയൊക്കെ പുറത്തെത്തിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഏറ്റവും പുതിയ വാർത്തകൾ കൂടി ചേർത്തത് അനൂപ് KR.